വിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഹിജറ കലണ്ടറിലെ 3-ാമത്തെ മാസം, ഈ മാസത്തിന് ഇസ്ലാമികമായിട്ട് വല്ല പ്രാധാന്യവും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമികമായ പ്രാമാണികമായ ഒരു പ്രാധാന്യവും ഈ മാസത്തിന് ഉള്ളതായി ഒരു വിശ്വാസിക്ക് കാണാൻ സാധ്യമല്ല. 4 വിശുദ്ധ മാസങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു തൗബയുടെ 36-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. അള്ളാഹു അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അത് യഥാർത്ഥ ദീനീയായ രീതിയും ആകുന്നു. എന്നാൽ അതിൽ 4 മാസങ്ങൾ വിശേഷപ്പെട്ട മാസങ്ങളാകുന്നു. ആ 4 മാസങ്ങളിൽ നിങ്ങൾ സ്വയം അക്രമം പ്രവർത്തിക്കരുത്, മറ്റുള്ളവരോട് അക്രമം കാണിക്കരുത്. ഈ 4 മാസങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സലാസും മുത്തവാലിയാത്ത് വറജബുൻ, റജബ് മുളർ, 3 തുടർച്ചയായിട്ടുള്ള 3 മാസങ്ങൾ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, തുടർച്ചയായിട്ട് വരുന്ന 3 മാസങ്ങൾ. പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ട് റജബ് മുളർ, റജബ് മാസം. ഇങ്ങനെ 4 മാസത്തെ വിശേഷവൽക്കരിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇനി വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറയുകയും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു മാസം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, സൂറത്തുൽ ബഖറയിലെ 185. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വിശുദ്ധ റമളാൻ അതിൻ്റെ പ്രത്യേകതയായി പറയുന്നത് വിശുദ്ധ ഖുർആനാകുന്ന അവസാനത്തെ വേദഗ്രന്ഥം അവതരിച്ചിട്ടുള്ളത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് അതിനും പ്രത്യേകതയുണ്ട്. മുസ്ലിം സമുദായത്തിൽ ആർക്കും ഇതിൽ തർക്കമില്ല. ആ മാസത്തിലാണ് ഒരു രാത്രിയുള്ളത്. 1000 മാളും ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകതയുള്ള ഒരൊറ്റ രാത്രി. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഇപ്പോൾ വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലും വെച്ചുകൊണ്ടാണ് ഞാനിവിടെ വിഷയം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 4 വിശുദ്ധ മാസങ്ങളുണ്ട്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും റജബും പിന്നീട് വിശുദ്ധ റമളാനും. ഇങ്ങനെ 5 മാസങ്ങളെ വിശുദ്ധ ഇസ്ലാം വിശേഷവൽക്കരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ റബീഉൽ അവ്വൽ ഉണ്ടോ? ഇല്ല. ഇത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട പലരും പറയുന്നത് പരിശുദ്ധ റബീഉൽ അവ്വൽ, പരിശുദ്ധ റബീഉൽ അവ്വൽ എന്ന് നിങ്ങൾ എന്ത് മാനദണ്ഡം അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്? ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ, ഒരു സമയത്തെ പരിശുദ്ധവൽക്കരിക്കുന്നത്, വിശുദ്ധവൽക്കരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഇഷ്ടത്തിന് വിടേണ്ട കാര്യമാണോ? ഒരിക്കലുമല്ല. പരിശുദ്ധ മുഹറം എന്ന് നിങ്ങൾക്ക് പറയാം, അള്ളാഹുവിൻ്റെ കിതാബ് തെളിവുണ്ട്. പരിശുദ്ധ ദുൽഹിജ്ജ എന്ന് നിങ്ങൾക്ക് പറയാം, അള്ളാഹുവിൻ്റെ കിതാബിൽ തെളിവുണ്ട്. പരിശുദ്ധ ദുൽഖഅദ എന്ന് നിങ്ങൾക്ക് പറയാം, അള്ളാഹുവിൻ്റെ കിതാബ് സാക്ഷിയാണ്. പരിശുദ്ധ റമളാൻ എന്ന് നിങ്ങൾക്ക് പറയാം, അള്ളാഹുവിൻ്റെ കിതാബ് നിങ്ങൾക്ക് കൂടെയുണ്ട്. എന്നാൽ പരിശുദ്ധ റബീഉൽ അവ്വൽ എന്ന് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ സാക്ഷി നിർത്തിക്കൊണ്ടാണോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുചര്യയെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണോ? എങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അങ്ങനെ ഒരു ചര്യയെയോ അങ്ങനെ ഒരു പ്രമാണത്തെയോ മുമ്പിൽ നിർത്താൻ സാധ്യമല്ല എന്നത് ചിന്തിക്കുന്ന ആർക്കും അറിയാവുന്നതാണ്. എന്നാൽ റബീഉൽ അവ്വലിന് പ്രാമാണികമായ ഇസ്ലാമികമായ വിശേഷണങ്ങളും പ്രത്യേകതകളും ഇല്ലെങ്കിലും ചരിത്രപരമായ ചില പ്രത്യേകതകൾ ഉണ്ട്. ചരിത്രപരമായ പ്രത്യേകതകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മക്കയിൽ നിന്ന് പരിശുദ്ധ മദീനയിലേക്ക് പാലായനം ചെയ്ത മാസമാണ്, അഥവാ ഹിജ്റ. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പറയുന്നു, ഹിജ്റ സംഭവിച്ചിട്ടുള്ളത് റബീഉൽ അവ്വലിൽ ആകുന്നു, തർക്കം ഇല്ല.
റബീഉൽ അവ്വലിൻ്റെ തുടക്കത്തിൽ പുറപ്പെട്ട് റബീഉൽ അവ്വലിൻ്റെ 12-ൻ്റെ അന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയെ വെളിച്ചമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ഇത് രേഖപ്പെട്ട് കിടക്കുന്ന പ്രമാണങ്ങളിലുണ്ട്. എന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഹൃദയസ്പർക്കായ ഒരു സംഗതി, ഹിജ്റ കലണ്ടർ. നമ്മളിവിടെ പ്രതിപാദിച്ചിരുന്നു ആ വിഷയം ഒരിക്കൽ. ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞ് 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആവിഷ്കരിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളുടെ മാത്രം കലണ്ടർ. ആ ഹിജ്റ കലണ്ടർ യഥാർത്ഥത്തിൽ ഹിജ്റ നടന്നിട്ടുള്ളത് റബീഉൽ അവ്വലിൽ അല്ലേ? ഹിജ്റ നടന്നിട്ടുള്ളത് റബീഉൽ അവ്വലിൽ ആണ്. എന്നിട്ട് പോലും ഹിജ്റ കലണ്ടറിൻ്റെ തുടക്കം കുറിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. ഇത് എന്തൊരു നിയോഗമാണ്! ഇതിൻ്റെ ലോജിക്ക് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിജ്റ എന്ന് പറയുന്ന മഹാസംഭവം, ലോക ചരിത്രത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടിട്ടുള്ള ആ മഹത്തായ പ്രതിഭാസം നടന്നിട്ടുള്ളത് റബീഉൽ അവ്വലിൽ ആണെങ്കിലും അത് നടക്കാൻ വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടന്നിട്ടുള്ളത് റബീഉൽ അവ്വലിൻ്റെ മുമ്പുള്ള മുഹറം മാസത്തിൽ ആകുന്നു, അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിൻ്റെ 13-ാമത്തെ രാവിലാകുന്നു. ദുൽഹിജ്ജ 13-ാമത്തെ രാവിലാണ് ഹിജ്റയെക്കുറിച്ചുള്ള കൂലങ്കഷമായ ചിന്തയും ആസൂത്രണവും നടക്കുന്നത്. എന്നാൽ ദുൽഹിജ്ജ കൊണ്ട് കലണ്ടർ തുടങ്ങിയിട്ടില്ല. കാരണം 13-നാണല്ലോ ആസൂത്രണം. 13-ൻ്റെ അവിടെ നിന്ന് കലണ്ടർ തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത അമ്പിളി കാത്തിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഏതാണ് അടുത്ത അമ്പിളി? മുഹറം. കണ്ടോ? അപ്പോൾ ഹിജ്റ സംഭവിച്ചിട്ടുള്ളത് റബീഉൽ അവ്വലിൽ ആയിട്ട് പോലും റബീഉൽ അവ്വൽ എന്ന മാസത്തെ ഹിജ്റ കലണ്ടർ തുടങ്ങാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചില്ല, സഹാബികൾ അംഗീകരിച്ചില്ല. മാത്രമല്ല, ഹിജ്റ കലണ്ടർ തുടങ്ങേണ്ടത് ഏത് സംഭവം മുതലാണ് എന്ന് അവർ ആലോചിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വ നിയോഗം അവിടുത്തെ 40-ാമത്തെ വയസ്സിലായിരുന്നു. ആ കാലം തൊട്ട് തുടങ്ങണോ? ആലോചിച്ചു. അവർ പറഞ്ഞു വേണ്ട. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം ഹിജ്റയുടെ 10-ാമത്തെ വർഷം മദീനയിലായിരുന്നു. ആ വർഷം തൊട്ട് തുടങ്ങണോ? അതും അവർ നിരാകരിച്ചു. എന്നാൽ പ്രവാചക തിരുമേനിയുടെ ജനനം നടന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം അതവരുടെ ചിന്തയിൽ വന്നിട്ടേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2-3 സംഗതിയാണ് അവർ ആലോചിച്ചത്. ഒന്ന് പ്രവാചകത്വ നിയോഗം, മറ്റൊന്ന് പ്രവാചകൻ്റെ വഫാത്ത്, മരണം, മൂന്നാമത്തത് പ്രവാചകൻ്റെ ഹിജ്റ. 3 സംഗതികളിൽ ഏത് സെലക്ട് ചെയ്യണം? സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നാൽ ആ 3-ന്റെ കൂടെ പ്രവാചക തിരുമേനിയുടെ ജനനം എന്ന സംഭവം അവർ അനുസ്മരിച്ചിട്ടേയില്ല. എന്നിട്ടല്ലേ അതിനെ കലണ്ടറിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അതിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് അതിനെ പരിശുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കീഴ്വഴക്കമല്ല. എന്നാൽ ചരിത്രപരമായ പ്രാധാന്യം അതിനുണ്ട്. എങ്കിൽ പോലും ആ പ്രാധാന്യത്തെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ചരിത്ര പ്രാധാന്യമുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ അത് പറയും. പക്ഷേ എല്ലാ ചരിത്രവും ഇസ്ലാമികവൽകൃതമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ പ്രാധാന്യം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഇന്ന് വളരെ വലിയ രീതിയിൽ പൊലിപ്പിച്ച് 2 പെരുന്നാളുകളുടെയും മേലെ കൊണ്ടുവന്ന് ഇതിനെ ആഘോഷിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാര്യത്തിൻ്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പലരും ചട്ടം കെട്ടിക്കൊണ്ട് അതിനുവേണ്ടി തെളിവുകളും പ്രമാണങ്ങളും മെനഞ്ഞുണ്ടാക്കുകയാണ്. കഴിഞ്ഞ വർഷം പറയുന്ന തെളിവല്ല ഈ വർഷം പറയുന്നത്, അതിൻ്റെ മുന്നത്തെ വർഷം പറയുന്ന തെളിവല്ല ഈ വർഷം പറയുന്നത്. ഓരോ വർഷവും പുതിയ പുതിയ തെളിവുകൾ പറയുകയാണ്. നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കുവാനുള്ളത്, അവർ പറയുന്നു 1000കണക്കിന് തെളിവുകളുണ്ട് എന്ന്. എന്നാൽ നമുക്ക് അവരോട് വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ പറയാനുള്ളത്, നിങ്ങൾ തെളിവ് കൂടുതലായി കൊണ്ടുവരുന്തോറും നിങ്ങളുടെ നിലപാട് ദുർബലമാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തെളിവ് കൂടുതൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും കൊട്ടക്കണക്കിന് തെളിവുകൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ഭാഷ്യമനുസരിച്ച് 100 കണക്കിന് അല്ലെങ്കിൽ 1000കണക്കിന് തെളിവുകൾ ഉണ്ടായിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഈ തെളിവിൽ ഒരു തെളിവെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്നു 100 തെളിവുകളുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ, 1400 കൊല്ലം കഴിഞ്ഞു വന്ന നിങ്ങൾക്കാണോ 100 തെളിവുകൾ മനസ്സിലായിട്ടുള്ളത്? ഈ 100-ൽ ഒരു തെളിവെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബിന് എന്തുകൊണ്ട് പിടികിട്ടാതെ പോയി?
മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സഹധർമ്മിണിയായിരുന്ന എൻ്റെ മാറിൽ കടന്നുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ച ഉമ്മുനാ വ ഉമ്മുക, നിന്റെയും എൻ്റെയും ഉമ്മയായ ആയിഷത്തു ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ 40 വർഷക്കാലം പ്രവാചക തിരുമേനിയുടെ പുണ്യ ശരീരം മറവ് ചെയ്യപ്പെട്ട ആ വീട്ടിൻ്റെ ഉള്ളിൽ താമസിച്ചിട്ടുണ്ട്. 1, 2, 3 കൊല്ലമല്ല. പ്രവാചകരുടെ വിയോഗത്തിൻ്റെ ശേഷം 40 കൊല്ലക്കാലം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആ വീട്ടിൻ്റെ ഉള്ളിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു വർഷത്തെ 40 ഒക്കെ മാറ്റിക്കോ, 39 മാറ്റിക്കോ, ഏതെങ്കിലും ഒരു വർഷത്തെ റബീഉൽ അവ്വൽ വന്നപ്പോൾ ആയിഷ ബീവിക്ക് പ്രത്യേകം ഉൾപ്പുളകമുണ്ടായിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകം വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? പ്രത്യേകം കുളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് വരൂ, ഇത് റബീഉൽ അവ്വലാണ്, ഇത് വിശുദ്ധമായ മാസമാണ്, ഇന്ന് 12ന്റെ ദിവസമാണ്, ഇത് അങ്ങനെ നവംബറിന് ചെയ്ത് വിടാൻ പറ്റില്ല, നമുക്ക് പല സംഗതികളും അനുസ്മരിക്കേണ്ടതുണ്ട്, നമുക്ക് സെമിനാറുകൾ നടത്തേണ്ടതുണ്ട്, നമുക്ക് മധുര പലഹാരങ്ങൾ നൽകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. കാരണം ഉണ്ടെങ്കിൽ അതുമായി വരാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വേറെയും ഭാര്യമാർ ആ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, മദീന പള്ളിയുടെ തൊട്ടുചാരയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഭാര്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊല്ലം റബീഉൽ അവ്വൽ വന്നിട്ടുണ്ട്, 12ന്റെ അന്നാണ്, മറ്റുള്ള ദിവസം പോലെ അല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ദുർബല റിപ്പോർട്ടെങ്കിലും, ഒരു ലൈഫായ ഹദീസെങ്കിലും ഏതെങ്കിലും ഒരു കിതാബിലുണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റിപ്പിടിച്ചു കൊണ്ടുവരാനുള്ള സമയം അതിക്രമിച്ചില്ലേ? കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ വ്യക്തമായി അറബിയിലല്ല പച്ച മലയാളത്തിൽ സ്കൂളിൽ പോകാത്തവന് മനസ്സിലാകുന്ന രീതിയിൽ ഇവർ തന്നെ പറഞ്ഞു, മൗലിദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. ഹിജ്റ 300 എന്ന് പറഞ്ഞാൽ എന്താ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ കാലഘട്ടം ഞാൻ ജീവിച്ച കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ സഹാബികൾ ജീവിച്ച കാലഘട്ടമാണ്. അതും കഴിഞ്ഞാൽ എൻ്റെ താബിഉകൾ ജീവിച്ച കാലഘട്ടമാണ്. 3 നൂറ്റാണ്ടിനെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഉത്തമമായ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് വരാനിരിക്കുന്ന കാലഘട്ടം നമ്മെപ്പോലെയുള്ള പല ആളുകളാണ്, വിവരം കുറഞ്ഞ ആളുകളാണ്. വിവരം കുറഞ്ഞ, മതഭക്തി കുറഞ്ഞ ആളുകൾ വന്നതിൻ്റെ ശേഷമാണ് ഇത് തട്ടിക്കൂട്ടിയത് എന്ന് ഇവർ തന്നെ സമ്മതിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെങ്ങനെ അതിൻ്റെ പിന്നാലെ പോവുക? മറ്റൊന്ന്, ഇതിൻ്റെ പിന്നാലെ പോകുന്നതിൽ വലിയ പന്തികേടുണ്ട്. എന്താണ് ആ പന്തികേടെന്നറിയുമോ? നമ്മൾ പ്രവാചക സ്നേഹം പൊലിപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് യഥാർത്ഥത്തിൽ ഒരാളെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ അവന് റബീഉൽ അവ്വൽ വരുമ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് യഥാർത്ഥത്തിൽ ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ അവന് റബീഉൽ അവ്വൽ 12ന്റെ അന്ന് സാധാരണ ഒരു ദിവസത്തെ പോലെ കാണാൻ കഴിയില്ല. അവന് വികാരം, ഇമോഷണലായിട്ട് അവൻ്റെ വികാരം പുറത്തു വരുമെന്ന്. അല്ലാത്തവർക്കൊക്കെ പ്രവാചകനോട് വെറുപ്പാണ് എന്ന്. റബീഉൽ അവ്വൽ 12ന്റെ അന്ന് ഒരു പ്രത്യേക ഇമോഷൻ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അവൻ കപടവിശ്വാസിയാണെന്ന് മനസ്സിലാക്കണം, അവൻ്റെ ഈമാനിൽ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കണം. പിശാച് ദുഃഖിച്ചിരുന്നു. റബീഉൽ അവ്വലിൽ മുഹമ്മദ് റസൂലുള്ളാഹി ജനിച്ച ദിവസം പിശാച് ദുഃഖിച്ചിരുന്നു. അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ദുഃഖിക്കുകയാണ് എന്ന് വരെ പറയുന്നു. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഗൂഢാലോചനക്ക് വശംവദരായി പോയതാണ്. ജൂതന്മാരും നസ്രാനികളും നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനക്ക് ഫാത്തിമിയാക്കളിലൂടെ ഈജിപ്തിനെ, ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിനെ ഭരിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഫാത്തിമിയാക്കൾ. അവർ പിന്നീട് രൂപാന്തരപ്പെട്ട് വന്നവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റാഫിളിയാക്കളുടെ ഒരു വെർഷനാണ് ഫാത്തിമിയാക്കൾ. ഫാത്തിമിയാക്കളാണ് ഹിജ്റ 4-ാമത്തെ നൂറ്റാണ്ടിൽ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഒരു മൗലിദല്ല, 10 മൗലിദുകൾ. ഒരു മൗലിദല്ല, ഇന്ന് ഒരു മൗലിദാണുള്ളത്. 10 മൗലിദുകളുടെ കോമ്പലയുണ്ടായിരുന്നു അവരുടെ കൈവശം. എന്തിനാണ് അതവർ സംഘടിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? ഷിയാക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? ഫാത്തിമിയാക്കളുടെ ഏറ്റവും വലിയ വിരോധികൾ ആരാണ്? അതുപോലെ തന്നെ റാഫിളിയാക്കളുടെ പ്രതിവശത്തുള്ള ആളുകൾ ആരാണ്? അബൂബക്കർ, ഉമർ,
ഉസ്മാൻ, അലി, ആയിഷ, ഹഫ്സ തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമുന്നതരായ സഹാബികളും അവിടുത്തെ സഹധർമ്മിണിമാരും ഷിയാക്കളുടെ ശത്രുക്കളാണ്. ഇന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേർഷ്യൻ സാമ്രാജ്യത്തെ അടിച്ച് നിലംപരിശാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ പേര് കേൾക്കുമ്പോൾ അവർ കോപ്പം കൊണ്ട് കലിതുള്ളും. ലാനല്ലാഹു ഉമർ, ലാനല്ലാഹു ഉമർ എന്ന് അവർ പരസ്യമായി എഴുതി വെക്കുകയും പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബിന് പ്രവാചക സ്നേഹമില്ലായിരുന്നു, അബൂബക്കർ സിദ്ദീഖിന് പ്രവാചക സ്നേഹമില്ലായിരുന്നു, സ്വന്തം സഹധർമ്മിണിയായ ആയിഷക്ക് പോലും പ്രവാചകനോട് സ്നേഹമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ റബീഉൽ അവ്വൽ വന്നപ്പോൾ അവർക്ക് യാതൊരുവിധ ഭാവമാറ്റവും ഉണ്ടായില്ല. 12-ന്റെ അന്ന് ഒരു പ്രത്യേകതയും അവർ കണ്ടില്ല. നമ്മുടെ മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു, അത് ഹിജ്റ മുമ്പ്, അത് പണ്ട് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിൻ്റെ ആദർശത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ കുറിച്ച് വേണ്ട പഠിപ്പും വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത അവസാന കാലഘട്ടത്തിലെ കുറേ ആളുകൾ വന്നിട്ട് ഞങ്ങൾക്കാണ് പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ, ഉത്തമ നൂറ്റാണ്ടിലെ 1-ാം തലമുറയിലെ 2-ാം തലമുറയിലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സാക്ഷ്യപത്രം നൽകിയിട്ടുള്ള സഹാബികൾക്ക് പ്രവാചക സ്നേഹം ഇല്ലായിരുന്നു എന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞുകൊണ്ട് സഹാബത്തിൻ്റെ വലിപ്പവും വണ്ണവും ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് ഷിയാക്കളാകുന്ന ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറയാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകളെ ശട്ടം കെട്ടിച്ചു നിർത്തുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് തെളിവുകൾ അവർ മെനഞ്ഞുണ്ടാക്കി. ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്, അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷം ആകുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അനുഗ്രഹമാകുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ കാരുണ്യമാകുന്നു. അപ്പോൾ സന്തോഷവും അനുഗ്രഹവും കാരുണ്യവും സുരക്ഷയും ഒക്കെ കിട്ടുമ്പോൾ അതിന് നന്ദി പറയണ്ടേ? ഏത് ലോജിക്കും പറയും നന്ദി പറയണമല്ലോ. അള്ളാഹിൻ്റെ റസൂൽ ജനിച്ചത് സന്തോഷം, പിന്നെ അനുഗ്രഹങ്ങളിൽ ഒരു സംശയവും ആർക്കും ഇല്ല. അപ്പോൾ അതിന് നന്ദി പറയണ്ടേ? നന്ദി പറയണം. ശരിയാണ്, നന്ദി പറയണം. അതിന് ചരിത്രത്തിൽ നിന്ന് അവർ ഒരു ഉദാഹരണവും എടുക്കും. എന്താണ് ആ ഉദാഹരണം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ അക്രമത്തിൽ നിന്ന്, പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഒരു മുഹറം 10-ന്റെ അന്ന് ചെങ്കടൽ കീറി മുറിച്ചുകൊണ്ട് മറുവശത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്ത സംഭവമുണ്ട്. ഫറോവയുടെ കയ്യിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് ആശൂറാവിൻ്റെ അന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയുകയും ജൂതന്മാർക്ക് അത് നേരത്തെ അറിയാം. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള നന്ദി എന്ന നിലയിൽ അവർ നോമ്പെടുക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നമുക്ക് നന്ദി വേണം, മൂസാ നബി നമ്മുടെ ആളാണ്, അവരുടെ ആളല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി എന്ന നിലയ്ക്ക് മുഹറം 10-ന് നമുക്കും നോമ്പെടുക്കാം എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും കാണാം. അത് നമ്മളെല്ലാവരും ആ നോമ്പെടുക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് പാസ്സാക്കുന്നത് വലിയൊരു അനുഗ്രഹം ഉണ്ടായാൽ നന്ദി പറയണം, അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂടുതൽ കിതാബുകളൊന്നും ഓതണ്ട. എൻ്റെ മുമ്പിലുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം എന്നത് ശരി തന്നെയാണ്. പക്ഷേ നന്ദി എങ്ങനെ പറയണം, എപ്പോൾ പറയണമെന്നത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതിന് ശരീഅത്തിൽ നിയമം വേണം. ഞാൻ ചോദിക്കുന്നു, ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സുരക്ഷ മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്? നൂഹ് നബിക്ക് രക്ഷ കിട്ടിയിട്ടില്ലേ? വലിയ പ്രളയമുണ്ടാവുകയും സ്വന്തം നിർമ്മിച്ചിട്ടുള്ള വലിയ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട ചരിത്രം വിശുദ്ധ ഖുർആനിലില്ലേ? ഞാൻ ചോദിക്കട്ടെ, മൂസാ നബിയെ പോലെ 5 VVIPകളായ പ്രധാനികളായ പ്രവാചകന്മാരിൽ ഒരാളാണ് ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം. ഞാൻ ചോദിക്കട്ടെ, നൂഹ് നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ എന്താണ് നിങ്ങൾ നോമ്പെടുക്കാത്തത്? എന്താണ് നിങ്ങൾ പായസം കൊടുക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു, സമുദ്രത്തിലായിരുന്നു, ഇരുട്ടിൻ്റെ ഉള്ളിലായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിലില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാമിന് ലഭിച്ചിട്ടുള്ള സുരക്ഷ അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? എൻ്റെയും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള അനുഗ്രഹമല്ലേ? യൂനുസ് നബിയുടെ സുരക്ഷയ്ക്ക് പകരമായി എന്താണ് നിങ്ങൾ നോമ്പെടുക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, യൂദാസിന്റെ കറുത്ത കൈകളിൽ നിന്ന് മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിമസ്സലാം അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ ആകാശത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ കൊലപാതകത്തിൽ നിന്ന് ഈസാ നബിയെ സംരക്ഷിച്ചത് എനിക്കും നിങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും കിട്ടിയിട്ടുള്ള അനുഗ്രഹമല്ലേ? എന്താണ് ഈസാ നബിയുടെ ഈ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ഞാനും നിങ്ങളും നോമ്പെടുക്കാത്തത്?
അല്ല, അതൊന്നും അനുഗ്രഹമല്ല എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? ഈസാ നബിക്ക് രക്ഷ കിട്ടിയത് അനുഗ്രഹമല്ല, നൂഹ് നബി രക്ഷപ്പെട്ടത് അനുഗ്രഹമല്ല, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മോചനം നേടിയത് അനുഗ്രഹമല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ആണെന്നുള്ളതിലൊരു സംശയമില്ല. എന്നിട്ടും നമ്മളിത് ആചരിക്കുന്നില്ല, ആഘോഷിക്കുന്നില്ല, അതിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നില്ല. എന്തുകൊണ്ട്? ആ നന്ദി പറയേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത് ഇസ്ലാമിൽ നിയമം വേണം. മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞതിൻ്റെ പേരിലല്ല. ആശൂറാവിൻ്റെ അന്ന് നോമ്പ് സുന്നത്താക്കിയത് ഇമാം അബൂ ഹനീഫയല്ല. ആശൂറാവിൻ്റെ അന്ന് നോമ്പ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞത് ഏതെങ്കിലും പണ്ഡിത സഭകളല്ല. ആരാണ് പറഞ്ഞത്? പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലാണ്. മല്ലാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ദിവ്യ സന്ദേശത്തിലൂടെ അറിയിക്കുന്ന പ്രവാചകനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രവാചകൻ അവിടുത്തെ ജന്മവുമായി ബന്ധപ്പെട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യണം. ഞാൻ പറയുന്നു, തീയതിയുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, മാസവുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല, റബീഉൽ അവ്വൽ മാസം ഒന്നും പറഞ്ഞിട്ടില്ല, 12 ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതെന്താ? ദിവസം ആണ് പറഞ്ഞിട്ടുള്ളത്. ദിവസം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ദിവസം? തിങ്കളാഴ്ച ദിവസം പകൽ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചു വീഴുന്നത്. ആരെ പറഞ്ഞ്? ചരിത്രകാരന്മാരോ? അല്ല. ഇമാമിങ്ങളോ? അല്ല. അത് പറഞ്ഞിട്ടുള്ളത് ദിവ്യ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ്. ഞാൻ ജനിച്ചതെന്ന് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞാൽ പോലും എനിക്കത് 100% ഇസ്ലാമികമായി വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ഉമ്മ നബിയല്ല, എൻ്റെ പിതാവ് നബിയല്ല, എൻ്റെ ഉമ്മ ഇസ്ലാമിൻ്റെ പ്രതിനിധിയല്ല മുഹമ്മദ് നബിയെ പോലെ. അപ്പൊ പിന്നെ ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന് ആമിന ബീവി പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചതല്ല. ആമിന ബീവി പഠിപ്പിച്ചതല്ല ഇസ്ലാം. പിന്നെയോ അള്ളാഹു പഠിപ്പിച്ചു, മുഹമ്മദ് നബിയെ നിങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അക്കാര്യം ജനങ്ങളോടങ്ങ് പറഞ്ഞാളി. അന്ന് നിങ്ങൾക്ക് വല്ലൊന്നും ചെയ്യാനുണ്ടോ? അത് ഞാൻ പറഞ്ഞു തരാം. എന്താ ചെയ്യാനുള്ളത്? നോമ്പെടുക്കണം. അള്ളാഹുവിൻ്റെ റസൂല് തിങ്കളാഴ്ച നോമ്പെടുക്കാറുണ്ടായിരുന്നു. സഹാബികൾ ചോദിച്ചോ? പ്രവാചകൻ പറഞ്ഞു, ദാക യൗമുൻ ഫീഹി ഉലിതു വഫീഹി ഉൻസില അലയ്യാ. ആ ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, റസൂലുള്ള ജനിച്ചതിൻ്റെ പേരിലാണ് തിങ്കളാഴ്ച നോമ്പ് എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ പേരിൽ മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു, അതുപോലെ അവിടത്തേക്ക് പ്രവാചകത്വം ലഭിച്ചു, അവിടത്തേക്ക് ദിവ്യ സന്ദേശം ആദ്യമായിട്ട് അവതരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഒരു കാരണമല്ല, ഒന്നിലധികം കാരണങ്ങളുടെ പേരിൽ തിങ്കളാഴ്ച, ആ തിങ്കളാഴ്ച റബീഉൽ അവ്വലിലുള്ള തിങ്കളാഴ്ചയിൽ നോമ്പെടുക്കണം, അതിൻ്റെ മുമ്പ് നോമ്പെടുക്കണം, അതിൻ്റെ ശേഷവും നോമ്പെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? ഇപ്പോൾ റബീഉൽ അവ്വൽ അടുത്ത തിങ്കളാഴ്ചയല്ല, പിറ്റത്തെ തിങ്കളാഴ്ച വരുന്നു. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മത്തിൽ സന്തോഷിക്കേണ്ടത് എങ്ങനെയെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. തിങ്കളാഴ്ച നോമ്പെടുത്തിട്ട് ഞാൻ ചോദിക്കുന്നു, വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി തങ്ങളുടെ ജനിച്ച ദിവസമാണ്. അത് 12 ആവട്ടെ 19 ആവട്ടെ, റസൂലുള്ള ജനിച്ചതാണ് തിങ്കളാഴ്ച ദിവസം. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പ്രവാചക സ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ അന്നത്തെ ദിവസം ഇവിടെ മിഠായി വിതരണം ചെയ്യുമോ, പായസം വിതരണം ചെയ്യുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കപട പ്രവാചക സ്നേഹമല്ല നമ്മൾ സമുദായത്തിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രവാചകനായിട്ട് പഠിപ്പിക്കണം, വീരപുരുഷനായിട്ടല്ല പഠിപ്പിക്കേണ്ടത്, കേവലം ഒരു പോസ്റ്റ്മാനായിട്ടല്ല പഠിപ്പിക്കേണ്ടത്. പലർക്കും പ്രവാചകൻ ഒരു പോസ്റ്റ്മാനാണ്, കത്ത് കൊണ്ടുവന്നു തിരിച്ചുപോയി. അല്ല, ആ കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വിശദീകരിച്ചയാളാണ് പ്രവാചകൻ. ഏതെങ്കിലും പോസ്റ്റ്മാൻ നിങ്ങളെ കയ്യിൽ കത്ത് തന്നാൽ അതിൻ്റെ ഉള്ളടക്കം വായിച്ചു തരാറുണ്ടോ? ഒരിക്കലുമില്ല. അതിൻ്റെ വിശദീകരണം പറഞ്ഞു തരാറുണ്ടോ? അദ്ദേഹം അതിൻ്റെ ഉള്ളടക്കം കണ്ടിട്ട് പോലുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശം എനിക്കും നിങ്ങൾക്കും വായിച്ച് കേൾപ്പിച്ചു തന്നു. ആ സന്ദേശാനുസാരം ഈ ഭൂമുഖത്തിൽ വലിയ ഒരു ജനസഞ്ചയത്തെ വാർത്തെടുത്തു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. പ്രവാചകൻ തന്നെ ഭൂമുഖത്തുകൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. വൈൻ തുതിഊഹു തഹ്തദൂ. നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റിയാൽ നിങ്ങൾ നേരായ മാർഗത്തിലൂടെ പോകും. അപ്പോൾ ഖുർആൻ മാത്രം പോരാ, പ്രവാചകന്റെ ചര്യ വേണം. പ്രവാചകന്റെ ചര്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എനിക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന
പറയുന്നവൻ പറയാതെ പറയുന്നത് എനിക്ക് ഖുർആനും വേണ്ട എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പോസ്റ്റ്മാൻ അല്ല, സന്ദേശം കൊണ്ടുവന്ന് തിരിച്ചു നടന്നുപോയ ആളല്ല. സ്വർഗം വരെ, സ്വർഗത്തിൻ്റെ പടിവാതിൽ വരെ ഈ സമുദായത്തിൻ്റെ കൈപ്പിടിച്ച് നയിച്ച നേതാവാണ് അള്ളാഹുവിൻ്റെ റസൂൽ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ കേവലം ഒരു വീരപുരുഷനല്ല. കുറേ അത്ഭുത സംഭവങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. ഇന്ന് നോർമലായിട്ട് നടക്കുന്ന ആളുകൾക്കൊന്നും പൊതുസമൂഹത്തിൽ വിലയുണ്ടാവുകയില്ല. അയാൾ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ശരി, വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സാത്വികനായ മനുഷ്യൻ ഒരു കൊടയും കുത്തിപ്പിടിച്ച് ഒരു സാധാരണ ഡ്രസ്സ് ധരിച്ച് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്താൽ ആരെങ്കിലും അയാളെ വില കൽപ്പിക്കുമോ? ഇല്ല. എന്നാൽ നമുക്ക് പ്രാപ്യമല്ലാത്ത വലിയ വാഹനങ്ങളിലും ആഡംബര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു വിവരവുമില്ലാത്ത ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളെ കെട്ടിപ്പിടിക്കാനും അയാളെ കാറിന് സല്യൂട്ട് അടിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ അലങ്കാരങ്ങളുടെ ബലത്തിലല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടിട്ടുള്ള വഹി, ദിവ്യ സന്ദേശം സമുദായത്തിന് കൈമാറുക എന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിലായിരിക്കണം നമ്മൾ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടത്. അല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയും, അള്ളാഹുവിൻ്റെ കഴിവ് പോലെയുള്ള എല്ലാ കഴിവുകളുമുണ്ട്, അള്ളാഹു കേൾക്കുന്നത് എല്ലാം കേൾക്കും, അള്ളാഹു അറിയുന്നത് എല്ലാം അറിയും, ആദ്യത്തെ സൃഷ്ടിയാണ്, പ്രകാശമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്രകാരങ്ങളിലുള്ള ചടങ്ങുകളാണ് നടക്കാനിരിക്കുന്നത്. മൗലിദിൻ്റെ സദസ്സിൽ വായിക്കപ്പെടുന്ന ആദ്യത്തെ മൗലിദ്, മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിലെ ആദ്യത്തെ വരി തന്നെ പച്ചക്കള്ളമാണ് സഹോദരന്മാരെ. പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശമാണ് ആദ്യമായിട്ട് അള്ളാഹു പടച്ചത് എന്ന് തുടങ്ങിയിട്ടാണ് മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ അത് ഓതിയാൽ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ഇവരൊക്കെയും ബഹുമാനിക്കുന്ന അൽ ഹാഫിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഹാവിയിൽ ഫതാവിയുടെ 233 പേജിൽ പറഞ്ഞു, ഈ ഹദീസിന് ലാ ഇസ്നാദ ലഹു യുതമദു അലൈഹി, ഒരു തുമ്പും വാലുമില്ലാത്ത ഹദീസാണ്, കെട്ടുകഥയാണ്. കെട്ടുകഥ കൊണ്ടാണ് പ്രവാചകനെ പ്രശംസിക്കാൻ തുടങ്ങുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് പ്രശംസയല്ല, അത് അവഹേളനമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു സൂറത്തുൽ അനാമിൻ്റെ 50-ൽ, ഖുൽ ലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലകുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ ഖുൽ ഹൽ യസ്തവിൽ അമാ വൽ ബസീറു അഫലാ തതഫക്കറൂൻ. മുഹമ്മദ് നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഭണ്ഡാരമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ഭണ്ഡാരം സൂക്ഷിക്കുന്നയാളല്ല. വലാ അഅലമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. അള്ളാഹ് അറിയിച്ചു തരുന്നത് മാത്രമേ അറിയുള്ളൂ. ഞാൻ മറഞ്ഞ കാര്യം അറിയുന്നവനല്ല, അങ്ങനെ അറിയുന്നവനാണ് എന്ന് എന്നെപ്പറ്റി പറയാൻ പാടില്ല. സ്വന്തം സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഒരിക്കൽ, സലാസുൻ മൻ തകല്ലമ ബിവാഹിദത്തിൻ മിൻഹുന്ന ഫഖദ് അഅളമ അലല്ലാഹിൽ ഫിരിയാ. 3 കാര്യങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ അവൻ പെരും കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ ഖാല ഇന്ന മുഹമ്മദൻ യഅലമു മാ ഫിൽ ഗദി ഫഖദ് അഅളമ അലല്ലാഹിൽ ഫിരിയാ. മുഹമ്മദ് നാളെ നടക്കുന്ന കാര്യം അറിയുന്നയാളാണ് എന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ അവൻ പെരും കള്ളനാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ എന്താ പറഞ്ഞെന്നറിയോ? ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. എൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇത്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ വീരപുരുഷനാണ് എന്നതല്ല, എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ യോദ്ധാവാണ് എന്നതല്ല, എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ഭരണാധികാരിയാണ് എന്നതല്ല. എൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾ കേൾക്കണം, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. എനിക്ക് നൽകപ്പെടുന്ന കമ്പി സന്ദേശങ്ങളല്ലാതെ ഞാൻ ഒന്നുമേ പറയില്ല. നിങ്ങളെ എങ്ങനെ വഴി നടത്തണം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയും, നിങ്ങളുടെ ഭൗതിക ലോകത്തെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയും, നിങ്ങളുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയും, നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയും, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയും, നിങ്ങളുടെ പരലോക ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയും. അത് പറയാനുള്ള അധികാരം അള്ളാഹുവിൻ്റെ വഹിയിലൂടെ നൽകപ്പെട്ടു എന്നതല്ലാത്ത മറ്റൊരു ഐഡൻറ്റിറ്റിയുമേ എനിക്ക് ഇല്ല.
സൂറത്തുൽ അനാമിലൂടെ അള്ളാഹ് പറയാൻ വേണ്ടി പറയാ. അള്ളാഹിന്റെ റസൂൽ സ്വന്തമായിട്ട് പറയല്ല. ഖുൽ ഖുൽ എന്ന് പറയുന്നത് നബിയെ പറഞ്ഞു കൊടുക്കൂ, നിങ്ങളെ സ്വന്തം വക പറയണ്ട, ഞാൻ പറഞ്ഞു തരാം, നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ ഉത്തരവ് ഞാൻ പുറപ്പെടുവിക്കുകയാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്ത് പറഞ്ഞു കൊടുക്കണം, അല്ലാതെ വീരപുരുഷനല്ല. കുറേ കെട്ടുകഥകൾ ഉണ്ടാക്കി, കുറേ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, അത്ഭുതങ്ങളെ ഒന്നും നിഷേധിക്കാൻ പാടില്ല. മുഅ്ജിസത്തുകളുണ്ട്, മഹാസംഭവങ്ങളുണ്ട്, അതിനെ ഒന്നും നിഷേധിക്കാൻ പാടില്ല. പക്ഷേ പ്രവാചക തിരുമേനിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് പറയാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ള ദിവ്യ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ കലർപ്പ് ഇല്ലാതെ, മായം ചേർക്കാതെ, വെള്ളം കൂട്ടാതെ, ഒരു കടുകിട ഏറ്റക്കുറച്ചിലില്ലാതെ ഖുൽ ലാ അത്തവലാ ഇൻ അത്തബിയു ഇല്ലാ മാ യൂഹാ ഇലൈ, ഈ ഐഡന്റിറ്റിയോട് കൂടെ പ്രവാചക തിരുമേനിയെ പരിചയപ്പെടുത്തുന്നവർ ഈ നാട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ദയനീയമായിരിക്കും ഉത്തരം എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചക തിരുമേനിയെ പരിചയപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന ഏത് അവസരങ്ങളും അത് റബീഉൽ അവ്വലിൽ ആവുന്നതിന് കുഴപ്പമില്ല, അല്ലാത്ത സമയത്തും ആവാം. റബീഉൽ അവ്വലിന് പ്രത്യേകതയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ റസൂലിനെ പരിചയപ്പെടുത്തുമ്പോൾ നാം മുമ്പോട്ട് വെക്കേണ്ട ID കാർഡ് ഇൻ അത്തബിയു ഇല്ലാ മാ യൂഹാ ഇലയ്യ